ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്തതാണ്. പക്ഷേ ഇടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവധി കിട്ടിയൊരു സമയമായിരുന്നു വിഷുവിൻ്റെ ഈസ്റ്ററിൻ്റെ സമയത്ത്. അന്നേരം എടുത്തൊരു വീഡിയോയാ. അങ്ങനെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് വൈഷു ആരെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് എവിടോട്ടേലും പോകാമെന്ന്. ഞാനാദ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുടെ നിർബന്ധം കാരണം ഞാൻ പറഞ്ഞു എങ്കിൽ ശരി നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഐശ്വര്യ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഐശ്വര്യയെ കാണുന്നത്. ദാ ഈ കാണുന്ന ആളാണ് ഐശ്വര്യ. നമ്മൾ 4 ആളും 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ 10ന് ശേഷമാണല്ലോ സ്പ്ലിറ്റായി പോകുന്നത്. അങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാം. പിന്നെ നമ്മൾ എപ്പോഴത്തേയും പോലെ തന്നെ നേരെ അഴീക്കലോട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു. എനിക്ക് എവിടെ പോയാലും ഒരു സോഡ സർബത്ത് കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഓരോ സർബത്തും പിന്നെ ബജ്ജിയും ഓരോന്നൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കഥ പറയുക. എവിടൊക്കെ നിന്ന് കഥ പറഞ്ഞിട്ട് നമുക്കങ്ങോട്ട് മതി വരുന്നില്ലായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മളിത് ബീച്ചിലോട്ട് ഇറങ്ങി. സത്യത്തിൽ വൈകിട്ടാ പോയെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പതിവില്ലാത്ത പോലെ ഭയങ്കര ആളും ഉണ്ടായിരുന്നു ബീച്ചിൽ. എല്ലാവരും വെക്കേഷൻ പ്രമാണിച്ച് കറങ്ങാൻ ഇറങ്ങിയാന്ന് തോന്നുന്നു. അതുമാത്രമല്ല, എല്ലാവരും കടലിലിറങ്ങി ഭയങ്കര കളിയുമായിരുന്നു. ആർക്കും ഒരു പേടിയില്ലെന്നേ. നമ്മളാണെങ്കിൽ ദൂരെ മാറി നിന്ന് കളിച്ചല്ലാതെ അങ്ങ് ഉള്ളിലോട്ട് പോയില്ല. എനിക്കാണെങ്കിൽ അങ്ങ് ഉള്ളിൽ പോയി കളിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ അവിടെ എല്ലാം നിന്ന് കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നേ. അങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ അടുത്തോട്ടൊരു ചേട്ടൻ വന്നത്. പുള്ളി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അങ്ങനെ പുള്ളി പറഞ്ഞ ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം കൊടുത്തു കേട്ടോ. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ എയറിലായിരുന്നു. ആ ചേട്ടൻ്റെ അക്കൗണ്ടിലെ റീലിൻ്റെ കമൻറ്റ് മുഴുവൻ എനിക്കെതിരെ പോസിറ്റീവ് നെഗറ്റീവ് മൊത്തത്തിലുണ്ടായിരുന്നു. ഇതായിരുന്നു ആ വീഡിയോ കേട്ടോ. കണ്ടവർക്ക് എന്തായാലും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ആകെപ്പെട്ടടി എന്നും പറഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ 4 ആൾക്കും കഥകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തീരുന്നില്ലായിരുന്നു. ഭാവിയും ജീവിതവും മൊത്തത്തിൽ പറയാൻ ഒത്തിരി കഥകളുണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ച് പോവാണേ. ബൈ ഫ്രണ്ട്സ്.